കേരള സർവകലാശാലയിലെ പ്രതിസന്ധി തുടരുകയാണ്. ഈ സമയത്താണ് മഞ്ഞുരുക്കാൻ നീക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആർലേക്കറെ കാണാനായി രാജ്ഭവനിലെത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3:30-ക്കായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത്. കൃത്യസമയത്ത് തന്നെ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തിയിട്ടുണ്ട്. കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാനാകുമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവുമായുള്ള വിവരങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ജീന, അല്പസമയം മുമ്പ് ഒരു മിനിറ്റിന് മുമ്പ് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും സർവകലാശാലകളിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുകയും താൽക്കാലിക വൈസ് ചാൻസലർമാരെ ഇങ്ങനെ നിലനിൽക്കുകയും ഒപ്പം തന്നെ സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് സർവകലാശാലകളിൽ നിലനിൽക്കുന്നത്. ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് നിലവിൽ സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത്. അത് മോഹനൻ കുന്നുമ്മലാണ്. കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി സിൻഡിക്കേറ്റും ഒപ്പം തന്നെ വൈസ് ചാൻസലറുമായി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ KTU ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് താൽക്കാലിക വൈസ് ചാൻസലർ നിയമിക്കുന്നത് അത് സർക്കാർ ലിസ്റ്റിൽ നിന്ന് വേണം എന്നുള്ള ഗവർണറുടെ ഹർജിയിൽ തന്നെ ഡിവിഷൻ ബെഞ്ച് അക്കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്വകാര്യ സർവകലാശാല ബില്ലും ഒപ്പം സർവകലാശാല ഭേദഗതി ബില്ലും 3 മാസം മുമ്പാണ് നിയമസഭ പാസാക്കിയത്. പക്ഷേ ഇതുവരെയും ഗവർണർ ആ ബില്ലുകളിൽ രണ്ടും ഒപ്പിടുകയോ അത് രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെയാണ് ഒരു സമവായത്തിലേക്ക് എത്തുക, ഒരു അനുനയത്തിലേക്ക് പോവുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണറെ കാണുന്നത്. ഡൽഹിയിൽ വെച്ച് കേരള ഹൗസിൽ വെച്ചുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു, ഒരു ചായ സൽക്കാരമായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് എത്തിയ പരിപാടി എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഗവർണറും മുഖ്യമന്ത്രിയും നേരിട്ട് കാണുന്നത്. നിലവിൽ പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ ഈ KTUയിലേക്കും ഒപ്പം തന്നെ ഡിജിറ്റലിലേക്കും സർവകലാശാല വൈസ് ചാൻസലർമാരെ, താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള 2 ലിസ്റ്റുകൾ അത് രാജ്ഭവന് നിലവിൽ സർക്കാർ നൽകിയിട്ടുണ്ട്. IT വകുപ്പും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് ആ 2 ലിസ്റ്റുകൾ നൽകിയത്. പക്ഷേ 3-4 ദിവസമായിട്ടും ആ കാര്യത്തിലൊരു തീരുമാനവും ഗവർണർ എടുത്തിട്ടില്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നിലവിൽ പോയിട്ടുമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒക്കെ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി രാജ്ഭവനുമായി ഗവർണറുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഏതൊക്കെ തരത്തിലുള്ള സർവകലാശാലയിൽ പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആർലേക്കറുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്.